ജിയാസ് വ്ലോഗിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് വിഴിഞ്ഞത്താണ്. രാവിലെ തന്നെ വിഴിഞ്ഞത്ത് എത്തിയിട്ടുണ്ട്. ഇവിടുത്തെ രാവിലെ കടലും അതുപോലെ തന്നെ പ്രകൃതി രമണീയമായ കാഴ്ചകളും കാണുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇവിടെ എന്തൊക്കെയാണ് നമുക്ക് കാണുന്നതെന്ന് നോക്കാം. വിഴിഞ്ഞത്ത് വന്നപ്പോൾ രസകരമായൊരു കാഴ്ച എന്ന് വെച്ചാൽ ഇവിടെ കല്ലുമ്മക്കായ, നമ്മളെ കോഴിക്കോടാണെങ്കിൽ കല്ലുമ്മക്കായ, തിരുവനന്തപുരമാണെങ്കിൽ ചിപ്പി എന്നൊക്കെയാണ് പറയുന്നത്. കല്ലുമ്മക്കായ പാറയിൽ നിന്ന് ചെത്തിയെടുക്കുന്ന ഒരു പ്രവൃത്തിയാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. ഇതിന് എക്സ്പേർട്ടായിട്ടുള്ള ആൾക്കാരാണ് ഈ ചെയ്യുന്നത്. ഒരു കല്ലുമ്മക്കായ എടുത്തിട്ട് അതിൻ്റെ വേസ്റ്റുകളും കാര്യങ്ങളൊക്കെ നീക്കി അത് കറക്റ്റായിട്ട് വെക്കുന്നൊരു കാഴ്ചയാണിത്. ഇവിടെയും കല്ലുമ്മക്കായ ശേഖരിക്കുന്നതിന് വേണ്ടി ആ ചെറിയ തോണിയിൽ നിന്ന് ഒരാൾ താഴേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അദ്ദേഹം കല്ലുമ്മക്കായ പാറയിൽ നിന്ന് ചെത്തി എടുക്കുകയാണ്. വളരെ ശ്രമകരമായ ഒരു ജോലിയാണത്. എന്തായാലും വളരെ എക്സ്പെർട്ടുകളാണ് ഇവിടെ സ്ഥിരമായിട്ട് കല്ലുമ്മക്കായ എടുക്കുന്ന അല്ലെങ്കിൽ ചിപ്പി എടുക്കുന്ന വളരെ എക്സ്പെർട്ടായിട്ടുള്ള ആൾക്കാരാണ് ഈ പ്രവൃത്തി ചെയ്യുന്നത്. പിന്നെ കല്ലുമ്മക്കായെക്കുറിച്ച് പറയണ്ടല്ലോ, തീർച്ചയായിട്ടും വളരെ നല്ല ഒരു ടേസ്റ്റി ആയിട്ടുള്ളൊരു ഭക്ഷണമാണ് കല്ലുമ്മക്കായ. പല രീതിയിൽ നമുക്കത് പാചകം ചെയ്തിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. ഈ കാണുന്നത് വിഴിഞ്ഞത്തുള്ള ഏറ്റവും പ്രശസ്തമായിട്ടുള്ളൊരു പള്ളിയാണ്. ഇത് സ്ഥിതി ചെയ്യുന്ന വിഴിഞ്ഞത്തിൻ്റെ ഏറ്റവും ടിപ്പായിട്ടുള്ള, ഏറ്റവും കോർണറായിട്ടുള്ള ഒരു ഭാഗത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കല്ലുമ്മക്കായ കല്ലിൽ നിന്ന് ചെത്തിയെടുത്തിട്ട് അത് വലയിലാക്കി കൊണ്ടുവരുന്ന ഒരു ദൃശ്യമാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഇവിടുത്തെ ധാരാളം ആൾക്കാർ ഈ ഒരു പ്രവൃത്തി ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. വളരെ റിസ്കി ആയിട്ടുള്ള ഒരു ജോബാണിത്. കാരണം പാറയുടെ ഇടയിൽ പോയി പറ്റിപ്പടിച്ചിരിക്കുന്ന കല്ലുമ്മക്കായ ഒരു പ്രത്യേക കത്തി കൊണ്ടാണ് ഇവർ ചെത്തിയെടുക്കുന്നത്. അത് ഒരു വലയിലാക്കി ഇതപ്പോൾ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. ഈ കാണുന്നതാണ് ഇവിടുത്തെ വിഴിഞ്ഞം ലൈറ്റ് ഹൗസ് എന്ന് പറയുന്നത്. ഈ ലൈറ്റ് ഹൗസിൻ്റെ അപ്പുറത്തെ സൈഡ് കോവളം ബീച്ചാണ്. പക്ഷേ ഇവിടെ വരുന്ന ആൾക്കാർ, ഇവിടെ കാഴ്ചകൾ കാണാൻ വരുന്ന ആൾക്കാർ ഇട്ടിരിക്കുന്ന മാലിന്യമാണ് ഈ കാണുന്നത്. ഒരുപാട് പ്ലാസ്റ്റിക്കുകൾ, നമ്മളുടെ പ്രകൃതിയെ നശിപ്പിക്കുന്ന പ്ലാസ്റ്റിക്കുകളും ഒരുപാട് വേസ്റ്റുകളും. ദയവ് ചെയ്ത് എനിക്ക് വീണ്ടും നിങ്ങൾ പറയാനുള്ളത്, ദയവ് ചെയ്ത് ആരും നമ്മളുടെ ഈ ടൂറിസ്റ്റ് പ്ലേസുകൾ ഇങ്ങനെ മലിനമാക്കരുത്. ഒരു അഭ്യർത്ഥനയാണ്. നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഇതേപോലെ പ്ലാസ്റ്റിക് ഇടുകയാണെന്നുണ്ടെങ്കിലോ അതിന് പിന്നെ ഗവൺമെൻറ്റും അതിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യങ്ങൾ ചെയ്യുക. കാരണം വളരെ എന്താ പറയുക, ഇത് കണ്ടിട്ട് മനസ്സിനെ വളരെ വേദനിപ്പിക്കുന്നുണ്ട്. കാരണം നമ്മുടെ പ്രകൃതിയെ നമ്മൾ തന്നെയാണ് നശിപ്പിക്കുന്നത്. ഇതിനു വേണ്ടി ഈ വേസ്റ്റുകൾ ഇടുന്നതിന് വേണ്ടി ഗവൺമെൻറ് ഒരു നല്ലൊരു സൗകര്യം ഇവിടെ ഏർപ്പെടുത്തണമെന്നാണ് എനിക്ക് ഈ വീഡിയോയിൽ കൂടി എനിക്ക് പറയാനുള്ളത്. രാവിലെ വിഴിഞ്ഞത്ത് വരാൻ കാരണം എന്താ വെച്ചാൽ നമ്മുടെ പ്രേക്ഷകർക്ക് ഇവിടുത്തെ കാഴ്ചകളും മനോഹരമായ ദൃശ്യങ്ങളും കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. പക്ഷേ എൻ്റെ ഉദ്ദേശം അതല്ല. രാവിലെ കരമനയിലുള്ള ഗുഡ് മോർണിംഗ് ഹോട്ടലിൽ പോയി ബീഫും പൊറാട്ടയും കഴിക്കുക എന്നുള്ളതാണ് എൻ്റെ മെയിൻ ഉദ്ദേശം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും രാവിലെ തന്നെ എന്താണ് ഈ നോൺ വെജൊക്കെ കഴിക്കുന്നതെന്നുള്ളത്. രാവിലെ നോൺ വെജോ അല്ലെങ്കിൽ വെജോ ഒന്നുമില്ല. എന്തായാലും തിരുവനന്തപുരത്ത് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗുഡ് മോർണിംഗ് ഹോട്ടലിൽ പോയി ഒരു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു രീതി. എന്തായാലും ഞാൻ രാവിലെ ബീഫും പൊറാട്ടയും കഴിക്കാൻ വേണ്ടി തീരുമാനിച്ചു. അവസാനം ഇവിടെ എത്തി. ഇതാണ് ആ കട. കുറച്ച് നല്ല ബീഫ്, അതിനിങ്ങനെ ചെറുതാക്കി അരിഞ്ഞ് അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, പിന്നെ ട്രേഡ് സീക്രട്ടായ ഗുഡ് മോർണിംഗ് ഹോട്ടലിലെ സ്പെഷ്യൽ കൂട്ടും അതിങ്ങനെ വേറെ ഡിപ്പിൽ വെച്ച് ഇങ്ങനെ ബീഫ് ഇങ്ങനെ വേവിക്കും.
അങ്ങനെ റെഡിയാക്കി വച്ചിരിക്കുന്ന ബീഫ് കറിയാണിത്. ഈ മൊരിഞ്ഞ പൊറോട്ടയിൽ നിന്ന് ഒരു ചെറിയ പീസ് എടുക്കണം. എന്നിട്ട് കുറച്ച് ഗ്രേവിയും ഒരു പീസ് ബീഫ് അതിന് നടുക്ക് വെച്ച് വായിലിട്ട് അങ്ങനെ കഴിക്കണം. പിന്നെ എൻ്റെ മോനെ ഒന്നും പറയാനില്ല. ഗുഡ് മോർണിംഗ് ഹോട്ടലിൽ മറ്റൊരു പ്രത്യേകത ഞാൻ കണ്ടത്, കുറച്ച് ഗ്രേവി ചോദിക്കുമ്പോൾ ആ ബീഫ് കറിയിൽ നിന്നുള്ള ഗ്രേവി തന്നെയാണ് നമുക്ക് കോരിക്കൊണ്ട് ഇതിനകത്ത് ഒഴിച്ചു തരുന്നത്. കഴിഞ്ഞിട്ടില്ല, കഥയിലെ നായകൻ ഇതാ വന്നു. ഇനിയാണ് ശരിക്കുമുള്ള സുലൈമാനി കഥ. ഇവിടുത്തെ സുലൈമാനിയിലൊരു പ്രത്യേകത ഉണ്ട്. ഇവിടുത്തെ സുലൈമാനിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്, അതിൽ കുറച്ച് ഇഞ്ചിയും ഒരു ഇല തുളസി ഇട്ട് നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് തരും. അവസാനം ഈ പൊറോട്ടയും ബീഫും കഴിച്ചിട്ട് ഈ ചായ കുടിക്കുമ്പോഴൊരു എഫക്റ്റ് ഉണ്ടല്ലോ,